ദൈവം ഇന്നും ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യരിലൂടെ ചില കർത്തവ്യങ്ങൾ ഇന്നും ദൈവം ഏൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാചീന കാലത്ത് യോഹന്നാൻ എന്ന പേരോട് കൂടിയ ഒരാളെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ദൈവം അയച്ച ആ യോഹന്നാൻ എന്ന പേരോട് കൂടിയ ആ ഉത്തരവാദിത്തം യോഹന്നാനിലൂടെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ചരിത്രപരമായി ഇവയെ തെളിയിക്കപ്പെടുന്നതിനു വേണ്ടി ലൂക്കാ സുവിശേഷകൻ 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിലൂടെ ഇങ്ങനെ രേഖപ്പെടുത്തിയതായി നാം വായിക്കുന്നുണ്ട്. തിബരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പിലാത്തോസ് യൂദയായുടെയും ദേശാധിപതിയും ഹെരോദസ് ഗലീലയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യപ്പാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ഈ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലൂടെ ഇങ്ങനെ പറയുമ്പോൾ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു 1:6 നാം വായിക്കുന്നുണ്ട്. ദൈവം അവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുവാൻ, അവിടുത്തെ പദ്ധതി പുത്രനിലൂടെ ആവിഷ്കരിക്കുവാൻ വേണ്ടി യേശുവിന് വഴിവെട്ടിയൊരുക്കുവാൻ യോഹന്നാൻ എന്ന സ്നാനം നൽകിയിരുന്ന സ്നാപക യോഹന്നാൻ എന്നറിയപ്പെടുന്ന ഈ വ്യക്തിയിലൂടെ സംസാരിച്ചു. ചില അരുളപ്പാടുകൾ, ദൗത്യങ്ങൾ അവിടുന്ന് ഏൽപ്പിച്ചു. ഇന്നും ഓരോ മനുഷ്യരുടെ ദൈവം അരുളപ്പാടുകളും ദൗത്യങ്ങളും ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. വചനങ്ങൾ നാം അതെല്ലാം ശ്രദ്ധാപൂർവം പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് നാം ഓരോരുത്തരും കേൾക്കേണ്ടിയിരിക്കുന്നു. ഇന്നും ദൈവം സംസാരിക്കുകയാണ്. സ്നാപക യോഹന്നാന് ലഭിച്ച അരുളപ്പാട് അനുസരിച്ച് സ്നാപക യോഹന്നാൻ പാപമോചനത്തിലുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. ലൂക്കാ സുവിശേഷകൻ 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ഇവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ചെയ്തുകൊണ്ട് സ്നാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെ നാം വായിക്കുമ്പോൾ 15 വരെ യേശുവും സ്നാപക യോഹന്നാനും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷം 16-ാം വാക്യത്തിൽ 3-ന്റെ 16-ാം വാക്യത്തിൽ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലൂടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് സ്നാനം നൽകിയപ്പോൾ യേശുവിൻ്റെ ആ വലിയ സാക്ഷ്യം, ദൈവം അരുളപ്പാട് ചെയ്തത്
ആ വലിയൊരു ദൗത്യം അവിടെ പൂർത്തീകരിക്കുന്നതായി സ്നാപക യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രാവ് ആത്മാവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് യേശുവിൻ്റെ മേൽ വന്നിരിക്കുന്നതായി ഇവ കാണുകയും അതേസമയം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഇങ്ങനെയായിരുന്നു ആ സ്വരം. ഗാനത്തിൻ്റെ വരികളിലൂടെ നമുക്ക് ആ സ്വരം കേൾക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.